സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. ബൈബിളിൽ സംഖ്യയുടെ പുസ്തകത്തിൽ സംഖ്യ 15:39 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വചനം ഇപ്രകാരമാണ്: ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിഞ്ചല്ലാതെ കർത്താവിന്റെ കൽപ്പനകളെല്ലാം ഓർത്ത് പാലിക്കുന്നതിന് ഈ തൊങ്ങലുകൾ അടയാളമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണിന്റെയും ഹൃദയത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾക്കനുസരിച്ച് നീയും ഞാനും ജീവിക്കാതിരിക്കാൻ ഈ തൊങ്ങലുകൾ നിങ്ങൾക്ക് അടയാളമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തോട് കർത്താവ് വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വസ്ത്രങ്ങളുടെ താഴ്ഭാഗത്തായി ചില തൊങ്ങലുകൾ നിങ്ങൾ തുന്നിച്ചേർത്ത് പിടിപ്പിക്കണം. അങ്ങനെയാണ് അതിന് തൊട്ട് മുകളുടെ ഭാഗം. തൊങ്ങലുകൾ നിങ്ങളുടെ വസ്ത്രത്തോട് ചേർത്ത് പിടിപ്പിക്കണം. അങ്ങനെ തൊങ്ങലുകൾ ധരിച്ച് നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തൊങ്ങലുകൾ ഇളകും. ഈ തൊങ്ങലുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ഓർമ്മ നമ്മുടെ ഓർമ്മയിൽ വരും. ഈ തൊങ്ങലുകൾ ധരിക്കുന്നതിന്റെ ഉദ്ദേശം പറയാണ്: നിന്റെ കണ്ണിന്റെയും നിന്റെ മനസ്സിന്റെയും നിന്റെ ശരീരത്തിന്റെയും നിന്റെ ഇച്ഛയുടെയും അഭിലാഷങ്ങൾക്കനുസരിച്ച് നീ ജീവിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോ ചില ജീവികളുടെ കഴുത്തിലൊക്കെ ചിലപ്പോ ഒരു മണി കെട്ടിവിടും. ചിലപ്പോ ചില കോഴികളുടെ കാലിലൊക്കെ വലിയ പാള ഇങ്ങനെ, അത് പൊരുന്ന കോഴിയാകുമ്പോ അങ്ങനെ ചിലപ്പോ ചുറ്റി പറഞ്ഞ കണ്ടിട്ടുണ്ട്. എന്ന് പറയണത് പോലെ ഒരു ദൈവത്തിന് പറയാ, ചില തൊങ്ങലുകൾ നീ ധരിച്ചുകൊണ്ട് നടക്കണം. എന്തെന്നാൽ നീ നിന്റെ കണ്ണിന്റെയും മനസ്സിന്റെയും ചിന്തയുടെയും അഭിലാഷങ്ങൾക്കനുസരിച്ച് നീ ജീവിക്കാതിരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെന്നാൽ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഒരു തോന്നലനുസരിച്ച്, ഒരു അഭിലാഷം അനുസരിച്ച് കണ്ണിന് ഇഷ്ടപ്പെട്ടതെല്ലാം കണ്ടു, മനസ്സിന് ഇഷ്ടപ്പെട്ടതെല്ലാം ആസ്വദിച്ചു അങ്ങനെ ജീവിച്ചാൽ അതിന് ചില പ്രത്യാഘാതങ്ങളുണ്ട്. ചിലപ്പോ ദൈവം ചില കാര്യങ്ങൾ ഏർപ്പെടുത്തി തരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ വലിയ വെള്ളച്ചാട്ടത്തിൽ വീഴാൻ സാധ്യതയുള്ള സ്ഥലത്ത് ബോർഡ് എഴുതി വെക്കും: ഇവിടെ ഇത്ര പേര് മരിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം. വല്ല ഹെയർ പിന്നെ കൂടെ പോകുന്ന സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കും: അടുത്ത വലിയൊരു ഹെയർ പിന്നാണ്. അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള ബോർഡ് എഴുതി വെക്കും: ഇവിടെ അപകട സാധ്യത, ഡേഞ്ചർ, ബി കെയർഫുൾ എന്ന് പറയുന്നത് പോലെ ഒരു തൊങ്ങൽ ധരിക്കണം. അതെന്തിനു വേണ്ടിയിട്ടാ? അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനെ കുറിച്ച് കുറച്ചുകൂടെ വെളിച്ചം കിട്ടണമെങ്കിൽ യെസക്കേൽ പ്രവചനം പഠിക്കണം. യെസക്കേൽ പ്രവചനത്തിൽ 24-ാമത്തെ അധ്യായത്തിന്റെ 25-ാം തിരുലിഖിതം, യെസക്കേൽ പ്രവചനത്തിൽ 24-ാമത്തെ അധ്യായത്തിന്റെ 25-ാം തിരുലിഖിതത്തിൽ വചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: അവരുടെ ദുർഗവും ആനന്ദവും മഹത്വവും കണ്ണുകൾക്ക് ആനന്ദ വിഷയവും ഹൃദയങ്ങളുടെ അഭിലാഷവുമായതിനെ ഞാൻ തിരിച്ചെടുക്കുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിന്റെ കണ്ണിന്റെ അഭിലാഷങ്ങൾ സാധിച്ചോണ്ട് ഒരു പ്രത്യേക വാസന ജീവിക്കാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ട മകനെ മകളെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം, അതെല്ലാം നിന്നിൽ നിന്ന് തിരിച്ചെടുക്കുന്ന ഒരു ദിവസം വരും എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അതിന് വ്യാഖ്യാനം ശരിക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ചില പ്രത്യാഘാതങ്ങൾ നമ്മൾ പഠിക്കണം. അത് നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിലാണ്. പ്രഭാഷകന്റെ പുസ്തകത്തില് 6-ാമത്തെ അധ്യായത്തിന്റെ 2-3 തിരുവചനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം ഇങ്ങനെയാണ്: നമ്മൾ ശരിക്കുണ്ടല്ല നമ്മുടെ മനസ്സിന്റെ കണ്ണിന്റെ ഇഷ്ടപ്പെടങ്ങൾക്ക് ജീവിക്കാൻ തുടങ്ങിയാൽ അതെല്ലാം ദൈവം തിരിച്ചെടുക്കുന്ന ഒരു ദിവസം വരുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് അതെല്ലാം സംഭവിക്കുന്നെന്ന് പ്രഭാഷകൻ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തില് 6-ാമത്തെ അധ്യായത്തിന്റെ 2-3 തിരുവചനങ്ങൾ, അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്, അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും, അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്ക മരമായി തീരും. നീ ഒരു ഉണക്ക മരമായി തീരുമെന്ന്.
എന്ന് പറഞ്ഞാൽ കണ്ണിന്റെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും ഇച്ഛകളും അഭിലാഷങ്ങളും സാധിച്ചുകൊണ്ട് നീ ഒരു മൃഗത്തെ പോലെ ജീവിക്കാൻ തുടങ്ങിയാൽ, നീ അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടാൽ, വചനം പഠിപ്പിക്കുകയാണ്, ഒരു സുപ്രഭാതത്തിൽ ഒരു കാളക്കൂറ്റൻ കുത്തിക്കീറുന്നത് പോലെ നിന്നെ അത് കുത്തിക്കീറും ഈ അഭിലാഷങ്ങൾ. അവൻ നിന്റെ ഇലകൾ നശിപ്പിക്കും, ഫലങ്ങൾ നശിപ്പിക്കും. എന്നിട്ട് നീ ഒരു ഉണക്ക മരമായി തീരുമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തോട് പണ്ട് ഒരു കാര്യം പറയാ, കുറച്ച് തൊങ്ങലുകളൊക്കെ ധരിച്ചുകൊണ്ട് നടക്കണം. ഈ ഓർമ്മ മനസ്സിൽ വേണം, ഈ വക കാര്യങ്ങളിൽ പോയി ചാടരുതെന്ന്. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. എന്ന് പറഞ്ഞാൽ ജഡികമായ അഭിലാഷങ്ങള്, ഇന്റർനെറ്റ്, പോണോഗ്രഫി, ബ്ലൂ ഫിലിം, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, ദുരുപയോഗിക്കൽ, ചീത്ത കൂട്ടുകെട്ട്, പ്രേമബന്ധങ്ങൾ, അശുദ്ധ ഭാവന, അശ്ലീല സംസാരം, ബലാത്കാരം, ഇങ്ങനെയുള്ള ഓരോ അഭിലാഷങ്ങള്, മദ്യപാനം, പുകവലി, ലഹരി മദ്യം, അടിമത്തം, ഇങ്ങനത്തെ ഓരോ അഭിലാഷങ്ങള്, ഭക്ഷണത്തോടുള്ള ആസക്തി, ജഡികാസക്തി, സുഖലോലപത, ഇങ്ങനത്തെ ഓരോ ആസക്തികൾ, അഭിലാഷങ്ങൾ, കണ്ണിന് ഇഷ്ടപ്പെട്ടത് കാണുക, മനസ്സിന് ഇഷ്ടപ്പെട്ടത് ചെയ്യുക. അങ്ങനെ പോയാൽ ഇത് നമ്മളെ നശിപ്പിക്കുമെന്നാണ്, ഇത് കുത്തിക്കീറുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കർത്താവിനോട് ആലോചിച്ചു, ദൈവമേ, ഇത് എങ്ങനെയാണ് ഒരു കാളക്കൂറ്റം കുത്തിക്കീറുന്നത് പോലെ, ഫലങ്ങൾ നശിപ്പിക്കുന്ന പോലെ എങ്ങനെയാണ് ഒരു മനുഷ്യ ജീവിതത്തെ നശിപ്പിച്ചു കളയണത്? അപ്പോൾ അതിനെക്കുറിച്ച് ബൈബിളിൽ അവിടെ ഇവിടെയും കിടക്കുന്ന വചനങ്ങളെല്ലാം കർത്താവ് കോർത്ത് ഇണക്കി തന്നു. ആ ചില വചനങ്ങൾ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയെ ഒരു കാളക്കൂറ്റം കുത്തിക്കീറണത്? അത് സംഭവിക്കുന്ന ഒന്നാമത്തെ മേഖല അതെങ്ങനെയാണ്? വചനം പഠിപ്പിക്കുകയാണ്, വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല എന്ന് പറഞ്ഞാൽ, അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒന്നാമത്തെ പ്രത്യാഘാതം, നിന്റെ സുബോധം നഷ്ടപ്പെടുത്തി കളയും. സുബോധം നഷ്ടപ്പെടുത്തി കളയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ജഡത്തിന്റെ പാപങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങളുണ്ട്. അതാണ് പൗലോസ്ലീഹ പറഞ്ഞു വെച്ചിരിക്കുന്നത്, വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല. വീണ്ടും പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ഒരുപോലെ സ്ലീഹ വെളിപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, മദ്യപാനിക്ക് സുബോധമില്ല. സുബോധമില്ല എന്ന് പറഞ്ഞാൽ ബൈബിൾ അർത്ഥം മനസ്സിലാക്കേണ്ടത് അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോകും. ബൈബിളിൽ സുബോധം നഷ്ടപ്പെടുത്താൻ അതിന്റെ അർത്ഥം എന്താ പറയാം? അവൻ പിശാചിന്റെ അടിമത്തത്തിലായി എന്നാണ് അതിന്റെ അർത്ഥം. 2 തിമോത്തി 2:26 വചനം പഠിപ്പിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അവർ സുബോധം നഷ്ടപ്പെട്ട് പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടവരാണ്. അതുകൊണ്ട് ലൂക്ക 15 ധൂർത്തപുത്രൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ സുബോധം നഷ്ടപ്പെട്ടുവെന്നും പിന്നെ സുബോധം വീണ്ടും കിട്ടിയെന്നും വചനം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ലൂക്കാ സുവിശേഷത്തില് പിശാച് ബാധിതൻ സുബോധമില്ലാതെ വസ്ത്രം ധരിക്കാതെ കല്ലറകൾ താമസിച്ചു എന്ന് പറയാൻ കാരണം. അപ്പൊ നോക്ക്, ഈ പിശാച് ബാധിതനും ഈ ധൂർത്തപുത്രനും സംഭവിച്ച അതേ സംഗതി തന്നെ നിന്റെ ജീവിതത്തിൽ ക്ഷണിച്ചു വരുന്ന ഒരു സംഗതിയാണ് ജഡികാസക്തി, അഭിലാഷം. എന്നാൽ അത് നിന്റെ സുബോധം നഷ്ടപ്പെടുത്തി കളയുന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുബോധം നഷ്ടപ്പെട്ട പിന്നെ അവൻ ചെയ്യുന്ന ഒരു കാര്യത്തിനും ഗതി പിടിക്കുകയല്ല. അവന് ബോധമില്ല, ചെയ്യേണ്ടെന്ന് അറിയത്തില്ല, പ്രവർത്തിക്കേണ്ടെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഒരു വ്യക്തി അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടാൽ അവൻ ഇലകൾ നശിച്ച് ഫലങ്ങൾ നശിച്ച് അവനൊരു ഉണക്ക മരമായി തീരാനുള്ള രണ്ടാമത്തെ കാരണം, സഹോദരങ്ങളെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു തലത്തിലാണ്. അതിനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ തകർച്ച. അത് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അവർ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. അത് ശരിയാ, സുബോധം നഷ്ടപ്പെട്ടവൻ മറ്റുള്ളവർക്ക് പരിഹാസപാത്രം. അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. മദ്യപിച്ച് ലക്കം കെട്ട് വീട്ടിലും തെറി വിളിച്ച് അവിടെ ഇവിടെ നടക്കുന്നവരെ നാട്ടുകാർ പരിഹസിക്കും. വല്ല രോഗം വരുത്തി വെച്ച് എല്ലാ ജഡിക പാപത്തിനും മുഴുവൻ തകർന്നു നടക്കുന്ന നാട്ടുകാർ പരിഹസിക്കും. എന്ന് മാത്രമല്ല, മുഴുവൻ ശത്രുക്കൾക്ക് അവന് പരിഹാസ വിഷയമായി തീരും. അത് നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിലാണ്. പ്രഭാഷകന്റെ പുസ്തകത്തില് അതിന്റെ 18-ാമത്തെ അധ്യായത്തിന്റെ 30-35 തിരുവചനങ്ങൾ. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അധമ വികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമ വികാരങ്ങളിൽ നീ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും.
ബൈബിൾ ദൈവം കുറച്ചു മുമ്പ് വെളിപ്പെടുത്തിയ വചനമുണ്ട്. എല്ലാ ശത്രുക്കളെയും നിനക്ക് വേണ്ടി പൊരുതി ഓടിച്ച് നിനക്ക് വിടുതൽ നൽകുന്നവനാണ് കർത്താവ്. എന്നാൽ ഒരുവൻ ജഡിക അഭിലാഷങ്ങൾ കണ്ടുപിടിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ സകല ശത്രുക്കൾക്ക് അവന്റെ മേൽ ആധിപത്യം കിട്ടുകയും അവൻ പരിഹാസ വിഷയമായി തീരുമെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരു വ്യക്തി ഉണക്ക മരമായി അല്ലെങ്കിൽ കാളക്കൂട്ടിനെ പോലെ ഈ അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടാൽ അവൻ തകർന്നു പോണത്? മൂന്നാമത്തെ തകർച്ച ഇതാണ്. വ്യഭിചാരമോ ജഡിക പാപങ്ങളോ ശരീരത്തിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനെ കുറിച്ച് പല താക്കീതും തിരുത്തലും കിട്ടിയിട്ട് അനുതാപമില്ലാതെ ജീവിച്ചാൽ അത് ശരീരത്തിലേക്ക് രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്ന് വചനം വെളിപ്പെടുത്താം. വഴിയെ പോകുന്ന രോഗത്തെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുന്ന പ്രാർത്ഥനയാണ് ഈ ജഡത്തിന്റെ തകർച്ച എന്ന് പറയുന്നത്. അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് പൗലോസ്ലീഹ വെളിപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. 2 കൊരിന്തോസ് അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 21-ാം തിരുലിഖിതം. 2 കൊരിന്തോസ് 11:21 സ്ലീഹ കൊരിന്തോസ് സഭ സന്ദർശിക്കുമ്പോൾ കൊരിന്തോസുകാരെ കുറിച്ചുള്ള ഉൾക്കട രേഖപ്പെടുത്തുകയാണ്. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്നെനിക്ക് ഭയമുണ്ട്. നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് ഞാൻ വിലപിക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ വ്യഭിചാരം പാപമാണെന്നും മദ്യാസക്തി പാപമാണെന്നും വിഷയാസക്തി തെറ്റാണെന്നും പോണോഗ്രാഫിയുടെ അടിമതി പോകരുതെന്നും ഒക്കെ അറിയാമായിരുന്നിട്ടും വീണ്ടും വീണ്ടും അതിൽ തന്നെ തകരുന്നവരെ ഓർത്ത് വീണ്ടും ഞാൻ കരയേണ്ടി വരുമോ എന്ന് സ്ലീഹ ഭയപ്പെടുകയാണ്. എന്താ സ്ലീഹ കരയാൻ കാരണം? കരയാൻ കാരണമുണ്ട്. എന്തെന്നാൽ ഇത് ശരീരത്തിൽ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തും. അതെവിടെ വായിക്കണത്? അത് നമ്മൾ വായിക്കുന്നത് വെളിപാടിന്റെ പുസ്തകത്തിലാണ്. വെളിപാടിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 21-22 തിരുവചനങ്ങൾ. അതിന് വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: അനുദപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി, എന്നാൽ അവൾ തന്റെ വ്യഭിചാരത്തെ കുറിച്ച് അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതാ ഞാൻ അവളെ രോഗശയ്യയിൽ തള്ളിയിടുന്നു. അവളുടെ വീഴ്ചയെ പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും. എന്ന് പറഞ്ഞാൽ വ്യഭിചാരം പാപമാണെന്നും ജഡികാസക്തി പാപമാണെന്ന് അറിഞ്ഞിട്ട് പല താക്കീതും കേട്ടിട്ട് തന്നേഷം പോലെ നടന്നാൽ എങ്ങനെയാണ് കാളക്കൂറ്റം വന്ന് കുത്തിക്കീറണത്? എങ്ങനെയാണ് ഉണക്ക മരമായി തീരണത്? എന്തെന്നാൽ അവന്റെ മേൽ രോഗത്തിന്റെ ആധിപത്യം വരും. ഇത് എഴുതപ്പെട്ട വചനമാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാ ചില തൊങ്ങലുകളൊക്കെ ധരിക്കണം എന്ന് പറയാൻ കാരണം. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ തൊങ്ങൽ ധരിക്കുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെയോ ഈ ഒരു ഓർമ്മയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വചനപ്രകാരം ജീവിക്കണമെന്നാണ് പറഞ്ഞതിന്റെ വെളിപ്പെടുത്തല്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട തകർച്ച വരുന്നത്? എങ്ങനെയാണ് ഉണക്കമരമായി തീരുന്നത്? അതിന്റെ 4-ാമത്തെ തകർച്ചയാണ്. അത് നാശത്തെ ക്ഷണിച്ചു വരുത്തും. വഴിയെ പോകുന്ന സകല നാശം നമ്മുടെ വീട്ടിൽ കയറി റെസ്റ്റ് എടുത്തിട്ട് പോകാൻ തുടങ്ങും. എന്ത്? ഈ അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടാൽ, ജഡത്തിന് അടിമപ്പെട്ടാൽ, വ്യഭിചാരത്തിന് അടിമപ്പെട്ടാൽ. അതെവിടെ വായിക്കണത്? അത് നമ്മൾ വായിക്കുന്നത് കൊരിന്തോസ് ലേഖനത്തിനാണ്. 1 കൊരിന്തോസ് 10:8. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. ഇസ്രായേൽ ജനത്തെ കുറിച്ചുള്ളൊരു കാര്യം പൗലോസ്ലീഹ കൊരിന്തോസ് സഭയെ അറിയിക്കുകയാണ്. അവരിൽ പലരും വ്യഭിചാരം ചെയ്ത പോലെ നമ്മൾ വ്യഭിചാരം ചെയ്യരുത്. എന്തെന്നാൽ ഒറ്റ ദിവസം കൊണ്ട് 23,000 പേര് ഈ വ്യഭിചാരം എന്നാൽ പാപം ചെയ്തുകൊണ്ട് നശിച്ചു പോയി എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലി, നമ്മുടെ കൃഷി, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ വരുമാന മാർഗങ്ങള് ഇതൊക്കെ ക്ഷയിച്ചു പോകുന്നുണ്ടെങ്കിൽ എന്റെ സഹോദരൻ നീ ആത്മശോധന ചെയ്യണം. നിനക്ക് ജഡികാസക്തി വിടുതൽ പ്രാപിച്ചിട്ടുണ്ടോ? എല്ലാ തകർച്ചയുടെ കാരണം ജഡികാസക്തിയാണെന്നല്ല അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ജഡികാസക്തിയും ഈ അഭിലാഷങ്ങൾ കണ്ടപ്പോഴും നാശത്തെ ക്ഷണിച്ചു വരുത്താം എന്ന് ബൈബിൾ സൂചനയുണ്ട് സഹോദരങ്ങളെ. അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടാൽ അത് നമ്മളെ നശിപ്പിക്കുന്ന ഉണക്ക മരമാക്കിക്കുന്ന അടുത്തൊരു പ്രത്യാഘാതമുണ്ട് സഹോദരങ്ങളെ. അനേകം യുവജനങ്ങള്, അനേകം കുട്ടികള് അവരെ കൃപയിൽ ഉണർത്തിന്റെ ഒരു കാരണം ഈ ഒരു തടസ്സമാണെന്ന് വചനം വെളിപ്പെടുന്നത്. അതാണ് 5-ാമത്തെ തകർച്ച. അതാണ് ജ്ഞാനം പ്രവേശിക്കില്ല. ജ്ഞാനം എന്ന് പറഞ്ഞ സംഗതി പ്രവേശിക്കുകയില്ല. അത് നമ്മൾ വായിക്കുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാമത്തെ 4-ാമത്തെ വാക്യത്തിലാണ്. പാപത്തിന് അടിമയായ ശരീരത്തിൽ ജ്ഞാനം പ്രവേശിക്കില്ല.
റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 1-2 തിരുവചനങ്ങള്. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന്റെ പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. അപ്പോൾ നല്ലതും പ്രീതിജനകവുമായത് എന്തെന്ന് വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. എന്ന് പറഞ്ഞാല് ജ്ഞാനം വേണം, നമുക്ക് ബുദ്ധി വേണം, ഓർമ്മശക്തി വേണം. ഇതൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാപത്തിന് അടിമയായ ശരീരമാണെങ്കിൽ പ്രവേശിക്കുകയല്ല. ചിലപ്പോ ചില കാരണവന്മാര് പറയാറുണ്ട്, എന്റെ കുഞ്ഞ് നന്നായിട്ട് പഠിച്ചോണ്ടിരുന്ന ഇപ്പൊ 8ാം ക്ലാസ്സായി, 10ാം ക്ലാസ്സായി, +2 ആയി, ഇപ്പൊ പഠിക്കണില്ല, അവള് പഠിക്കണില്ല. പ്രിയപ്പെട്ട മകനെ മകളെ, ശരീരത്തിൽ ജഡത്തിന്റെ പാപത്തിന്റെ ടേസ്റ്റ് എന്ന് അനുഭവിക്കാൻ തുടങ്ങുന്ന അന്ന് പഠന കാര്യങ്ങൾ താല്പര്യമില്ല, ജ്ഞാനമില്ല. അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവഭയത്തിന്റെ ജീവിതത്തിൽ അത് നമ്മളെ ഉണക്കമരമാക്കി തീർക്കുന്ന അതിന്റെ അടുത്ത 6ാമത്തെ തകർച്ച. അത് നമ്മൾ വായിക്കുന്നത് സഭാപ്രസംഗ പുസ്തകത്തിലാണ്. അവരുടെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് ന്യായവിധിയെ ക്ഷണിച്ചു വരുത്തും. ന്യായവിധി നമ്മുടെ ജീവിതത്തിൽ ക്ഷണിച്ചു വരുത്തുന്ന ഒരു പാപമാണ് ഈ അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട ജീവിതം. അത് നമ്മൾ വായിക്കുന്നത് സഭാപ്രസംഗന്റെ പുസ്തകത്തില് 11-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ തിരുലിഖിതം. അവിടെ യുവജനങ്ങളോടും കുട്ടികളോടും ഒക്കെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. സഭാപ്രസംഗം 11:9, യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക, യവനത്തിന്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. ഹൃദയത്തിന്റെ പ്രേരണകളെയും കണ്ണിന്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക. എന്നാൽ ഓർമ്മിച്ചു കൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും. എന്ന് പറഞ്ഞാൽ പോണോപരി കപ്പ് കണ്ടോ, ബ്ലൂ ഫിലിം കണ്ടോ, മ്ലേച്ഛമായ കാര്യങ്ങൾ കണ്ടോ, മൊബൈൽ ആവശ്യമുള്ള സംഗതിയൊക്കെ കണ്ടോ, എല്ലാം കണ്ടോ, നിന്റെ കണ്ണിന്റെ അഭിലാഷങ്ങൾ, നിന്റെ ഹൃദയത്തിന്റെ പ്രേരണകൾ നീ പിഞ്ചെന്നോ എന്ന വചനം പഠിപ്പിക്കുക. ഇവയ്ക്കെല്ലാം അന്ത്യവിധി നാളിൽ ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിച്ചു നിർത്തുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഉണക്ക മരം പോലെ നിൽക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഗൗരവത്തെ കുറിച്ച്. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടാൽ അത് കാളക്കോട്ടിനെ പോലെ നമ്മളെ കുത്തിക്കേറി ഉണക്കം മരമാക്കുന്ന ഫലങ്ങൾ നശിപ്പിച്ചുള്ള അടുത്ത കാരണം എന്താണെന്നറിയോ? അടുത്ത കാരണമാണ് 7ാമത്തെ കാരണം. അത് ദൈവരാജ്യത്തിന്റെ വാതിൽപ്പടി കൊട്ടിയടയ്ക്കുന്ന പാപമാണ്. ദൈവരാജ്യത്തിന്റെ വാതിൽപ്പടി കൊട്ടിയടയ്ക്കുന്ന പാപമാണത്. ചിലപ്പോ ലിഫ്റ്റിലൊക്കെ കയറാൻ വേണ്ടി ഞങ്ങൾ ചില പെട്ടെന്ന് ലിഫ്റ്റ് അങ്ങ് അടഞ്ഞോ പുറത്ത് നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞത് പോലെ ദൈവരാജ്യത്തിന്റെ വാതിൽപ്പടി അടയ്ക്കുന്ന പാപമാണത്. അതേപോലെ നമ്മൾ വായിക്കുന്നത് എഫേസോസ് ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ തിരുലിഖിതം. വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? വ്യഭിചാരിക്കും അശുദ്ധനും ദൈവരാജ്യത്തിന്റെ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. സകലവിധ ജഡിക പാപങ്ങൾ ജീവിക്കുന്നവർക്ക് ദൈവരാജ്യത്തിന് മേൽ അവകാശമില്ല എന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഇതേ കാര്യം തന്നെ ശ്രീക തന്റെ പല ലേഖനത്തിന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 19 മുതൽ 21 വരെ തിരുവചനങ്ങൾ. അവിടെ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞിട്ട് വ്യഭിചാരം തുടങ്ങിയുള്ള എല്ലാ ജഡിക പാപങ്ങളും പറഞ്ഞിട്ട് ശ്രീക പറയുന്നത് എങ്ങനെയാണ്? ഇത്തരം പ്രവർത്തികൾ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. വീണ്ടും കോരിന്തോസ് ലേഖനത്തില് 1 കോരിന്തോസ് അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 9 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളില് ഇതേ കാര്യം തന്നെ ശ്രീക ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് വെളിപ്പെടുത്തി 1 കോരിന്തോസ് 6-ന്റെ 9, 10 വചനങ്ങളില് അതിന് വെളിപ്പെടുത്തി എങ്ങനെയാണ്? അസന്മാർഗികളും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കവർച്ചക്കാരും മദ്യപന്മാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വചനം ബൈബിളിൽ വെളിപ്പെടുത്തുമ്പോ അതിന്റെ വ്യാഖ്യാനങ്ങൾ ബൈബിളിൽ 71 പുസ്തകങ്ങളിൽ ചെതറി കിടക്കുന്നുണ്ട്. അതെടുത്ത് പഠിക്കണം. എല്ലാ അച്ഛൻ പറഞ്ഞ 7 എണ്ണമാണ് അച്ഛനെ സൂചിപ്പിച്ച സഹോദരങ്ങളെ. എന്നാൽ ഒരു വ്യക്തി ശരീരത്തിന്റെ വിശുദ്ധി പാലിക്കാൻ തുടങ്ങിയാൽ നല്ലതും പ്രീതിജനകവുമായി എന്തെന്ന് വിവേചിച്ചറിയാനും പരിശുദ്ധാത്മാ ഒരു ആലയമായിട്ട് ശരീരം മാറും. എന്നാൽ ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വസിക്കുന്ന ആലയമാണത്. ഈ ആലയത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ കൂടാരമായിട്ട് മാറും. മുമ്പ് നമ്മൾ വചനങ്ങൾ കണ്ടതുപോലെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ വസിക്കും, കൂടാരം അടിക്കും എന്ന് പറയുന്നത് പോലെ ഈ ശരീരത്തിനുള്ള ദൈവം സ്ഥിരതാമസമാക്കും സഹോദരങ്ങളെ. അഭിലാഷങ്ങളാണ് ഹൃദയത്തെ കുടിയിരിക്കുന്നെങ്കിൽ അത് കാളക്കൂട്ടിനെ പോലെ കുത്തിക്കീറുമെങ്കിൽ
പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ, ഈ ശരീരത്തിൽ വിശുദ്ധി സൂക്ഷിക്കുക വഴി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ, അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അഭിഷേകമായിരിക്കും. അവന്റെ വാക്കുകൾ വ്യർത്ഥമാവില്ല. അവൻ എന്ത് തൊടുന്നോ അതെല്ലാം കൃപയായിട്ട് മാറും. അവൻ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അവന്റെ ബിസിനസ്, അവന്റെ ജോലി, അവന്റെ കൃഷി, അതെല്ലാം വിശുദ്ധിയിൽ വളരുമെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് കേൾക്കപ്പെട്ട ഓരോ വചനത്തിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അനുദപിക്കാൻ അവസരം നൽകട്ടം കൂട്ടാക്കുന്നില്ലെങ്കിൽ ഒരുപാട് മേഖലകളിലേക്ക് നമ്മളെ തള്ളിയിടാൻ കഴിവുള്ള ഒരു പാപമാണ് മനസ്സിന്റെ അഭിലാഷം. അതുകൊണ്ടാണ് ലേവ്യരുടെ പുസ്തകത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയത്, ഈ തൊങ്ങലുകൾ നിങ്ങൾക്ക് അടയാളമായിരിക്കണം. അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. അത് ന്യായവിധിക്ക് വേണ്ടി വിളിക്കും. അത് ദൈവരാജ്യത്തിന്റെ വാതിൽപ്പടി കൊട്ടിയടയ്ക്കും. നാശത്തെ ക്ഷണിച്ചു വരുത്തും. രോഗശൈലിയിൽ തള്ളിയിടും. സുബോധം നഷ്ടപ്പെടുത്തും. ശത്രുക്കൾക്ക് പരിഹാസ പാത്രമായി തീരും. ജ്ഞാനം പ്രവേശിക്കുകയല്ല, വിവേചനം ലഭിക്കില്ല. എന്നാൽ നീ പരിശുദ്ധാത്മാവിന് കൂടാരമായി മാറിയാൽ ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വചന സൂചന നൽകുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ കർത്താവിന്റെ പക്കൽ തുറന്നു പിടിക്കാം. രണ്ട് കാര്യങ്ങൾ കർത്താവിന്റെ പക്കൽ തുറന്നു പിടിച്ച് അനുദപിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ, അനുദപിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാവരും ചേർന്ന് ഹൃദയം നുറുങ്ങി മനസ്സ് നുറുങ്ങി പാടി പ്രാർത്ഥിക്കുന്നു. കൃപയേകണമേ, അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. ചേർന്ന് ഒരുമിച്ച് ഉറക്കം പാടി പ്രാർത്ഥിക്കുന്നു. കൃപയേകണമേ, അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. മനസ്സ് തുറന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കൃപയേകണമേ, അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. കാര്യങ്ങൾ ഉയർത്തി ഉറക്ക സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവായ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദാസന്മാരുടെ ശരീരത്തെയും മനസ്സിനെയും വ്യക്തിചെടുക്കുന്ന സകല അഭിലാഷങ്ങളും സകലവിധ ജഡത്തിന്റെ പ്രവണതകളും കണ്ണിന്റെയും മനസ്സിന്റെ പ്രേരണകളെ പിന്തുടരാൻ താല്പര്യം യേശു നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല ഹല ഹല. ഓ പരിശുദ്ധാത്മാ വ്യാപരിക്കണം. ഓ പരിശുദ്ധാത്മാ വ്യാപരിക്കണം. ഓ പരിശുദ്ധാത്മാ വ്യാപരിക്കണം. ഓ പരിശുദ്ധാത്മാ വ്യാപരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. ജീവജലം സ്വർഗപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സ്വർഗപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. സാമുവേൽ പ്രവചനത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ആകാശം ചായ്ച്ച് ഞാൻ അവരുടെ അടുത്തേക്ക് വരും. കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ കർത്താവിന്റെ നാമത്തെ
വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ പൈതലിനോടും കർത്താവ് ആശ്വാസത്തിന്റെ വചനങ്ങൾ വെളിപ്പെടുത്തും. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നു. ഭയപ്പെടേണ്ട ദൈവ പൈതലേ എന്ന് കർത്താവ് ആശ്വസിപ്പിക്കുന്നതായി വെളിപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം ഭയപ്പെടേണ്ട, ഇതാ കർത്താവിന്റെ സമാധാനം എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ ഓരോ അവസ്ഥകളെ സമർപ്പിക്കുമ്പോൾ കർത്താവ് ആശ്വസിപ്പിക്കുന്ന സമയമാണ്. കർത്താവ് സമാധാനം നൽകുന്ന സമയമാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് കർത്താവ് വിടുതലിന്റെ ദൈവമായി വ്യാപരിക്കുന്ന സമയമാണ്. കർത്താവ് പാലസ്തീനയുടെ പരിസര പ്രദേശങ്ങളിൽ കടന്നുപോയപ്പോൾ വഴിയുടെ ഇരുവീതികളിലും പലവിധ പ്രശ്നങ്ങളാൽ നിന്നവർ ഇതുപോലെ കർത്താവിനെ നിലവിളിച്ചപ്പോൾ കർത്താവ് അവരെല്ലാം അനുഗ്രഹിച്ചു. അവരെല്ലാ പ്രശ്നത്തിനും കർത്താവ് ഉത്തരം നൽകി. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുത്തു. ഭയമുള്ളവരെ ധൈര്യപ്പെടുത്തി. രോഗമുള്ളവരെ സുഖപ്പെടുത്തി. ബന്ധനത്തിരുന്നവരെ വിടിപ്പിച്ചു. പൈശാചിക ബന്ധനത്തിരുന്നപ്പോൾ പിശാചിനെ ബഹിഷ്കരിച്ചു. രോഗികളെ സുഖപ്പെടുത്തി. അതേ കർത്താവ് ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ അന്ന് സംഭവിച്ചതെല്ലാം ഇന്ന് സംഭവിക്കും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. കർത്താവിന്റെ പക്കലെ ഈ കാര്യങ്ങൾ ഉയർത്തി കർത്താവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസിദാസന്മാരെയും കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ആരാധന 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 ആരാധന. ഓ കർത്താവായ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ബന്ധനങ്ങൾ അഴിയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തടസ്സങ്ങൾ ഇരിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. നാരകീയ സേനകൾ വിട്ടുമാറി പോകട്ടെ. അത്ഭുത വിടുതൽ കൃപയാഭിഷേകം ഓരോ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 സർവസ്വവും